ശബരിമല ഇന്ന് ഗുരുതി നടക്കും. ഇന്ന് രാത്രി വരെ മാത്രമാകും ഭക്തർക്ക് ദർശനമുണ്ടാവുക. നാളെ പുലർച്ചെ തിരുവാഭരണവുമായി സംഘം തിരിച്ചിറങ്ങുന്നതോടെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം പൂർത്തിയാക്കി നട അടയ്ക്കും. ഇന്നലെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നത്. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സന്നിധാനത്ത് പൂർണ്ണമായും തിരക്ക് ഒഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, വലിയ മണ്ഡലകാലം തുടങ്ങിയ ആ ദിവസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്നുകൂടി മാത്രമാണ് ഭക്തർക്ക് ദർശനമുള്ളത്. ഇന്ന് വൈകിട്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഗുരുതി നടക്കുക. മാളികപ്പുറത്തിന് സമീപമാണ് ഗുരുതി നടക്കുക. എന്തായാലും ഈ ഗുരുതി കാണാനടക്കം നിരവധി ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ദർശനത്തിലടക്കം തീർത്ഥാടകരുടെ ഒരു തിരക്ക് കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന. ആ ഒരു തിരക്കിന് ഒരു നേരിയ ശമനം ഉണ്ടായിരിക്കുകയാണ്. 18-ാം പടി കയറുന്നതിനടക്കം തീർത്ഥാടകർ സുഗമമായി 18-ാം പടി കയറുന്നതിനുള്ള ഒരു സാഹചര്യമാണ്. ഒരു മിനിറ്റിൽ 80-ഉം 90-ഉം ആളുകൾ കയറിക്കൊണ്ടിരുന്ന 18-ാം പടിയൊക്കെ ശൂന്യമാകുന്നു. എന്തായാലും തീർത്ഥാടന കാലത്തിന്റെ അവസാന ദിവസത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് മാത്രമായിരിക്കും ഭക്തർക്ക് ദർശനമുണ്ടാകുക. നാളെ തിരുവാഭരണം ഈ പടിയിലൂടെ തിരിച്ചിറങ്ങുന്നതോടെ ശബരിമല നടയടയ്ക്കും. അങ്ങനെ 2 മാസം നീണ്ടുനിന്ന തീർത്ഥാടന കാലത്തിന് ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ഭക്തിസാന്ദ്രമായ മകരവിളക്കും മണ്ഡലപൂജയും എല്ലാം തന്നെ നടന്ന, ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ നടന്ന ഈ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് കൂടി സമാപനമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. ഇന്ന് രാത്രിയോടെ കൂടി മാത്രമാണ് ഭക്തർക്ക് സന്നിധാനത്ത് ദർശനത്തിനുള്ള അനുവാദം ഉണ്ടാകുക.